നമ്മുടെ ഫേസിലെ ടാനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ചുളികളൊക്കെ ഉണ്ടെങ്കിൽ ചുളികളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡിയിലെ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ പറ്റുന്ന നല്ലൊരു ഹോം മെയ്ഡ് സ്ക്രബാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്ക്രബ് നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ട് ഉള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ ഒരു സ്ക്രബും കൂടിയാണ്. നമ്മളിത് ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും. സ്ക്രബ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് നമ്മളിത് വാഷ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പം ഞാൻ ഒരു 3 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. ഈ ഒരു സ്പൂണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 3 സ്പൂൺ ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലിയ സ്പൂൺ ആണെങ്കിൽ 2 സ്പൂൺ എടുത്താൽ മതി. അപ്പം ഞാൻ 3 സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. നെയ്യാണ്. അപ്പം ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള നെയ്യ് ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. നെയ്യ് ഞാനൊരു 1/2 സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നമുക്കറിയാം ഇത് നന്നായിട്ട് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടാണെങ്കിലും മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാനിത് മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കോക്കനട്ട് ഓയിലും നെയ്യും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കേണ്ടത്. 1 സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ 1 സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ്. മഞ്ഞൾ നമ്മൾ 1 നുള്ളു മഞ്ഞളാണ് ഇട്ടിട്ടുന്നത്. മഞ്ഞൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ 1 നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. 1 സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. നമുക്ക് ഇത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് വാഷ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു തവണയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്ക്രബായിട്ടും ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. കാരണം കോഫി പൗഡറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അങ്ങനെ ആ ഒരു കുരു പോലെ നല്ല തരിതരിപ്പുള്ളത് കൊണ്ടാണ് നമുക്കിതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലിപ്സിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പം നമ്മൾ ഒന്നുകിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പയറുപൊടി യൂസ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.